അസ്സലാമു അലൈക്കും. മുഹറം 10-ന് നിങ്ങൾ ചൊല്ലേണ്ട ദിക്റുകൾ, ഓതേണ്ട സൂറത്ത്. മുഹറം 10 എന്ന് പറഞ്ഞാൽ അശൂറാ ദിവസം. അന്നേ ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കും അല്ലേ? ആ നോമ്പ് നോറ്റ് കഴിഞ്ഞതിന് ശേഷം മഗ്‌രിബിന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുക. മനസ്സിലുള്ള ആഗ്രഹം നിറവേറി കിട്ടാമെന്നും പറഞ്ഞിട്ട് നിയ്യത്താക്കി 2 റക്അത്ത് നിസ്കരിക്കുക. അതിനുശേഷം നിങ്ങൾ സൂറത്തുൽ ഫതഹ് 3 പ്രാവശ്യം അതേ ഇരുത്തത്തിലിരുന്ന് ഓതുക. എന്നതിന് ശേഷം നിങ്ങളെ മനസ്സിൽ എന്താണോ നടക്കേണ്ടതെന്ന് വെച്ചാൽ ആ ആഗ്രഹം അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അന്നത്തെ ദിവസം ദുആ ചെയ്യേണ്ട ദുആകളും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്നാൽ പകൽ ദിവസങ്ങളിൽ നിങ്ങൾ ലഖദ് ജാഅക്കും എന്ന ആയത്ത് 33 തവണ, അത് ളുഹറിനോ അസറിനോ നിങ്ങളുടെ സമയം ഏതാണോ ഒത്തു വരുന്ന ആ സമയത്ത് നിങ്ങൾ ചൊല്ലിയാലും മതി. പിന്നെ യാ ഫത്താഹു എന്ന അള്ളാഹുവിൻ്റെ ഇസ്മം 101 തവണ നിങ്ങൾ ചൊല്ലുക. പിന്നെന്ന് പറഞ്ഞാൽ ഇതിനുള്ളൊരു ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ മുഹറം 10-ന് നിങ്ങളിത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ വർഷം മുഴുവനും നിങ്ങൾ എന്താണോ മനസ്സിൽ കണക്ക് കൂട്ടി ആഗ്രഹിക്കുന്നത് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കും അല്ലേ? വീടാവാനുള്ള ആഗ്രഹം, മക്കൾ പഠിച്ച് നല്ല നിലയിൽ കാണാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നിലവിലുള്ള രോഗങ്ങൾ മാറി ഒന്ന് ആരോഗ്യവാനായി നടക്കാനുള്ള ആഗ്രഹം. അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം എന്താണോ അതിങ്ങനെ നടന്നുകൊണ്ടേ നിൽക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. അതിന് നിങ്ങൾ മുഹറം 10-ന് ഈ കാര്യങ്ങൾ മറക്കാതെ ചെല്ലുക. അതുപോലെ ഈ സൂറത്തും മഗ്‌രിബിന് ശേഷം നിസ്കരിച്ചതിന് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഓതുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു വർഷം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ഹൈറായൊരു ജീവിതം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.